ഹലോ, ഇന്ന് നമുക്ക് ഇപ്പടിക്കും കാതൽ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. ശിവയും രമ്യയും 10 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചു. അന്ന് തന്നെ ആക്സിഡന്റായി രമ്യ ശിവയുടെ മുന്നിൽ വെച്ച് മരണപ്പെട്ടു. ശിവയാണെങ്കിലോ കോമയിലുമായി. അതിൽ നിന്നും പുറത്തു വന്ന ശിവ രമ്യയുടെ ഓർമ്മകളുമായി ജീവിച്ചു. എന്നാൽ കാമുകനാൽ ചതിക്കപ്പെട്ട് സ്വന്തം സ്വകാര്യ വീഡിയോ ലീക്കായ അഞ്ജന എന്നൊരു പെൺകുട്ടി എന്തു ചെയ്യുമെന്നറിയാതെ ചെന്നൈയിലേക്ക് വരികയാണ്. ശിവയും അഞ്ജനയും തമ്മിൽ പരിചയത്തിലായി. ഒരു ഘട്ടത്തിൽ അവർ പ്രണയത്തിലുമായി. എന്നാൽ അവർക്കിടയിലേക്ക് മരിച്ചുപോയ രമ്യയുടെ ഡയറി കടന്നു വരികയാണ്. അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്കിടയിൽ സംഭവിച്ചു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ രമ്യയുടെയും ശിവയുടെയും വിവാഹം നടക്കുകയാണ്. ശിവയാണ് കഥാനായകൻ. ഇവർ 10 വർഷം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതാണ്. വിവാഹം കഴിഞ്ഞതിനു ശേഷം രണ്ടുപേരും കാറിൽ വരികയായിരുന്നു. ശിവ തന്റെ ഫ്രണ്ട്സുമായി പാർട്ടിക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കോ ഇവിടെ എന്ന് പറഞ്ഞ് രമ്യ ദേഷ്യപ്പെടും. ഞാൻ എങ്ങും പോകുന്നില്ല, നിന്നോടൊപ്പം കാണുമെന്ന് പറഞ്ഞ് രമ്യയുടെ കൈ കോർത്ത് കാർ ഓടിക്കുമ്പോഴോ രമ്യ ഇരുന്ന വശത്തേക്ക് ഒരു ലോറി ഇടിച്ചു കയറി. രമ്യ സ്പോട്ടിൽ തന്നെ മരിച്ചു. ശിവയ്ക്കാണെങ്കിലോ ജീവനുണ്ട്. അവനെ ഹോസ്പിറ്റലിലും എത്തിച്ചു. അവൻ കോമ സ്റ്റേജിലേക്കായി. അമ്മയും ശിവയുടെ ഉറ്റ സുഹൃത്തായ വാസുവും ചേർന്ന് അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ നിന്നും വാസു അവനെ ഫ്ലാറ്റിലേക്കാണ് കൊണ്ടുപോയത്. മനസ്സ് മാറ്റാനായി ഓരോ കാര്യങ്ങൾ വാസു പറയുമ്പോഴും, എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ, എൻ്റെ മനസ്സ് മാറ്റാനാണോ? എനിക്ക് അവളെ ഒരിക്കലും മറക്കാനാകില്ലെന്ന് ശിവ പറയും. അങ്ങനെ അവൻ വീണ്ടും പഴയതുപോലെ ഓഫീസിലേക്ക് ജോലിക്ക് പോകുമ്പോഴോ എല്ലാവരും അവനെ സഹതാപത്തോടെയാണ് നോക്കുന്നത്. പക്ഷെ അതവനെ സഹിക്കാനാകുന്നില്ല. അങ്ങനെ ഇരിക്കെ ശിവ താമസിക്കുന്ന ഫ്ലാറ്റിനടുത്തേക്ക് അഞ്ജന എന്നൊരു പെൺകുട്ടി താമസത്തിനായി എത്തുകയാണ്. അവൾ എന്തോ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അവളെ എന്തൊക്കെയോ വല്ലാത്ത പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ശിവയുടെ ഫ്ലാറ്റിന് ഓപ്പോസിറ്റാണ് അഞ്ജനയും താമസത്തിനായി എത്തിയത്. സാധനങ്ങളൊക്കെ പറക്കി വെക്കവേ ശിവ അവിടെ എത്തും. രണ്ടാളും പരസ്പരം നോക്കി നിൽക്കവേ വാസു അവിടെ വന്ന് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കെ അഞ്ജനയാണെങ്കിലോ ഭരതനാട്യം പഠിപ്പിക്കുന്നിടത്തേക്ക് പോകും. അവളുടെ മുൻപുള്ള പ്രോഗ്രാമിന്റെ വീഡിയോ കണ്ട ടീച്ചറാണെങ്കിലോ മുഖത്തൊരു സന്തോഷവുമില്ല, ഡാൻസിന് ചിരിയും സന്തോഷവുമുള്ള മുഖമാണ് വേണ്ടത് എന്ന് പറയും. നിന്റെ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്തിട്ട് വരുവാനായും ടീച്ചർ പറയുന്നു. അങ്ങനെ അഞ്ജന അവിടെ നിന്നും പോവുകയാണ്. അന്ന് രാത്രി തന്നെ അഞ്ജന ടെറസിലേക്ക് എത്തും. അവിടെ ശിവ മദ്യപിച്ചിരിക്കുകയായിരുന്നു. ശിവയോട് അവൾ സിഗരറ്റ് ചോദിക്കും. എന്നിട്ട് പറയും, എനിക്കിവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല, നാളെ എൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അത് കാണാനായി വരുമോ എന്ന് ചോദിച്ചിട്ട് പോകും. പോകണോ വേണ്ടയോ എന്ന് ചിന്തിച്ച ശിവ അടുത്ത ദിവസം തന്നെ പ്രോഗ്രാം കാണാനായി പോയി. അങ്ങനെ പ്രോഗ്രാമൊക്കെ നന്നായി കഴിഞ്ഞു. ശിവയും അഞ്ജനയും ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. രണ്ടാൾക്കുമിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വളരുന്നു. അഞ്ജന തന്റെ പ്രശ്നം ശിവയോട് തുറന്നു പറഞ്ഞു. അവളാണെങ്കിലോ കൊൽക്കത്തയിലായിരുന്നപ്പോൾ അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു. ഒരിക്കൽ അവൾ കുളിക്കുന്നതിൻ്റെയും ഡ്രസ്സ് മാറുന്നതിൻ്റെയും ഒക്കെ വീഡിയോ എടുത്തു വെച്ച് അവൻ അവളെ വിരട്ടുവാനായും തുടങ്ങി. അവൾ ഒരുപാട് അവനെ വിശ്വസിച്ചിരുന്നു. എന്തു ചെയ്യുമെന്നറിയാതെ അവൾ അമ്മയോടത് പറഞ്ഞപ്പോഴോ കേസ് കൊടുക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ അവളുടെ ഭരതനാട്യ ഭാവിയെ ബാധിക്കുമെന്നതിനാൽ കേസ് കൊടുക്കാതെ കുറച്ചുനാൾ മാറി നിൽക്കാമെന്ന് അവൾ കരുതി. എന്നാൽ ആ വീഡിയോ എല്ലാം അവൻ ഇന്റർനെറ്റിൽ ലീക്ക് ചെയ്തു എന്ന് പറയും. ഇവിടേക്ക് വന്നത് അതുകൊണ്ടാണെന്ന് അവൾ അവനോട് തുറന്നു പറഞ്ഞു. അതെല്ലാം ശിവ കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ശിവ തനിക്കും ഒരു മറക്കാനാകാത്ത പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് രമ്യയെ പ്രണയിച്ചിരുന്ന കാര്യവും അവസാന വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ രമ്യ മരണപ്പെട്ട കാര്യവും അവൻ തുറന്നു പറഞ്ഞു. അതിൽ നിന്നും എനിക്ക് പുറത്തു വരാനാകുന്നില്ലെന്ന് ശിവ അവളോട് പറയുകയാണ്. അഞ്ജനയും ശിവ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നു. അങ്ങനെ രണ്ടാളും തിരികെ ഫ്ലാറ്റിലേക്ക് എത്തും. അവരൊരുമിച്ച് സെൽഫിയൊക്കെ എടുത്ത ശേഷം റൂമിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം തന്നെ എടുത്ത സെൽഫിയൊക്കെ അഞ്ജന ശിവയ്ക്ക് അയക്കും. ശിവയാണെങ്കിലോ ഓഫീസിലിരുന്ന് ചെറു പുഞ്ചിരിയോടെയാണ് ആ ഫോട്ടോയൊക്കെ നോക്കുന്നത്. അതിനുശേഷം ഒരാളെ വിളിക്കുകയാണ്. അഞ്ജനയുടെ വീഡിയോ നെറ്റിൽ ലീക്കായത് എങ്ങനെയും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഹാക്കറിനെയാണ് വിളിച്ചത്. എന്നിട്ട് അവൻ എത്ര കാശ് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെയാക്കി. അത് ശ്രദ്ധിച്ച വാസുവാണെങ്കിലോ, നിന്റെ ഈ അവസ്ഥയിൽ ഇതൊക്കെ വേണോ എന്നൊക്കെ അവനോട് ചോദിക്കും. അവൾക്ക് വേറെ ഫ്രണ്ട്സ് ആരുമില്ല എന്ന് ശിവ പറയുകയാണ്. അന്ന് തന്നെ നമുക്ക് നൈറ്റ് മീറ്റ് ചെയ്യാമെന്ന് അഞ്ജന ശിവയ്ക്ക് മെസ്സേജ് അയക്കും. ശിവയാണെങ്കിലോ വാസുവിനൊപ്പം വരികയായിരുന്നു. അപ്പോൾ വാസു, ഇന്ന് നമുക്ക് നിന്റെ ഫ്ലാറ്റിലിരുന്ന് 2 പെഗ്ഗടിക്കാമെന്ന് പറയുമ്പോൾ ശിവയ്ക്ക് അഞ്ജനയെ കാണണമല്ലോ. എൻ്റെ മദ്യമൊന്നുമില്ലെന്ന് അവൻ കള്ളം പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ എൻ്റെ ഭാര്യയോട് മദ്യവുമായി നിന്റെ ഫ്ലാറ്റിലെത്താനായും പറയാമെന്ന് വാസു പറഞ്ഞു. എന്നിട്ട് ഭാര്യയെ വിളിച്ച് മദ്യവുമായി എത്താൻ പറഞ്ഞു. ശിവ ഫ്ലാറ്റിലെത്തിയതും അഞ്ജന കതക് തുറന്നിറങ്ങി.
ശിവ അഞ്ജനയെ വാസുവിന് പരിചയപ്പെടുത്തിയും കൊടുത്തു. വാസു അവളെയും ഫ്ളാറ്റിലേക്ക് വിളിച്ചു. വാസുവിന്റെ വൈഫിനാണെങ്കിലോ അഞ്ജനയെ അറിയില്ലല്ലോ. വാസു അഞ്ജനയെ പറ്റി ഭാര്യയോടും പറഞ്ഞു. അഞ്ജന അനുഭവിക്കുന്ന പ്രശ്നവും വാസുവിന് അറിയാമല്ലോ. അതെല്ലാം വാസു ഭാര്യയോട് പറഞ്ഞു. എങ്ങനെയും നമുക്ക് പരിഹരിക്കാമെന്ന് അവർ ചർച്ച ചെയ്യും. വാസുവിന്റെ ഭാര്യയ്ക്ക് ശിവയും അഞ്ജനയും തമ്മിൽ അടുപ്പത്തിലാണെന്ന കാര്യം മനസ്സിലായി. വാസുവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. അവർക്കൊരു പ്രൈവസി കിട്ടട്ടെ എന്നാണ് അവൾ കരുതിയത്. അങ്ങനെ രണ്ടാളും അടുപ്പത്തിലായി. ഫോൺ വിളിയും സംസാരവും ഒക്കെയായി. ആക്സിഡന്റിന് ശേഷം ശിവയാണെങ്കിലോ കാർ ഓടിക്കാറില്ല. വാസുവാണ് ഓടിക്കുന്നതും. അത് മനസ്സിലാക്കിയ അഞ്ജന വാസുവിൽ നിന്നും ചാവി വാങ്ങി ഞാൻ ശിവയെ കാർ ഓടിപ്പിക്കാമെന്ന് പറയും. ശിവയുമായി കാറിൽ കയറുമ്പോഴോ വേണ്ട, എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാണെന്നൊക്കെ ശിവ പറയും. ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതിയെന്ന് അഞ്ജന അവൻ്റെ അടുത്ത് പറഞ്ഞു. അത് ശിവ അനുസരിച്ചു. അപ്പോൾ അവന് രമ്യയുടെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ ശിവയെ നേരെയാക്കാമെന്ന് അഞ്ജനയും കരുതി. അങ്ങനെ ഇരിക്കെ ആ ഹാക്കർ പയ്യനാണെങ്കിൽ ശിവയെ ഫോൺ വിളിച്ചു. ഇന്റർനെറ്റിൽ പ്രചരിച്ച അഞ്ജനയുടെ വീഡിയോ എല്ലാം റിമൂവ് ആക്കിയെന്ന് പറയും. അക്കാര്യം അഞ്ജനയോട് ശിവ പറയുമ്പോഴോ അവൾ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ബ്ലോക്കായ കാര്യം മനസ്സിലായി. അവൾ സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഇത് മാത്രം പോരാ, നമുക്ക് കൊൽക്കത്തയിലേക്ക് പോകണമെന്നും അഞ്ജനയോട് ശിവ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടാളും കൊൽക്കത്തയിലെത്തി. കാമുകന്റെ ഫ്ളാറ്റിലെത്തി അവനെ ഒരുപാട് തല്ലി. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ഡിവൈസ് ഒക്കെ നശിപ്പിച്ചതിന് ശേഷം തീയിട്ട് കളഞ്ഞു. അതിനുശേഷം രണ്ടാളും അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോയി. ശിവയോട് നമുക്കൊരു ലോങ് ഡ്രൈവ് പോകാമെന്ന് അഞ്ജന പറയും. ശിവയാണെങ്കിലോ ധൈര്യത്തോടെ കാർ ഓടിച്ചു. ശിവയുടെ പ്രവൃത്തികളൊക്കെ ഇഷ്ടമായ അഞ്ജന എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി, നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ശിവയാണെങ്കിൽ മറുപടി ഒന്നും കൊടുക്കില്ല. ഒരു പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മനസ്സിലും അഞ്ജനയെ ഒരുപാട് ഇഷ്ടമാണ്. അവർ രണ്ടാളും നല്ല അടുപ്പത്തിലുമായി. ശിവയാണെങ്കിലോ അഞ്ജനയെ തന്റെ ഓഫീസിലൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഇരിക്കെ വാസുവിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി. വർഷങ്ങൾ കാത്തിരുന്നാണ് അവർക്ക് ആ കുഞ്ഞിനെ കിട്ടുന്നതും. ആ സന്തോഷം വാസു ആഘോഷിക്കുവാനായും തീരുമാനിച്ചു. ഒരു പാർട്ടി നടത്തി. അതിൽ വെജിറ്റേറിയൻ ആയിരുന്ന ആൾക്ക് ഫുഡ് കൊടുക്കാനായി അഞ്ജനയെ ശിവ വിളിക്കും. അഞ്ജന എന്നല്ല വിളിച്ചത്, രമ്യ എന്ന് ഓർക്കാതെ വിളിച്ചു. അത് കേട്ട് ദേഷ്യം വന്ന അഞ്ജന ഇറങ്ങിപ്പോയി. എല്ലാവരുടെയും മുന്നിൽ ശിവ നാണം കെട്ടപ്പോൾ ഇങ്ങനാണോ പെരുമാറുന്നത്, ഞാൻ ഓർക്കാതെ വിളിച്ചതാണ് എന്നൊക്കെ ശിവ പറയുമ്പോൾ ദേഷ്യം കാരണം അഞ്ജന വാസുവിനോട് ശിവയോടൊപ്പം പോകാൻ പറഞ്ഞ് വാസുവിന്റെ കാർ അഞ്ജന ഓടിക്കും. വാസുവിന്റെ ഭാര്യയോട് അവൾ കാര്യമൊക്കെ തുറന്നു പറഞ്ഞു. രണ്ടുപേരും അവരവരുടെ പാർട്ട്നേഴ്സിന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുകയാണ്. എന്നാൽ വാസുവും ശിവയും ഫുഡിനെ പറ്റിയാണ് പറയുന്നതും. ഫ്ളാറ്റിലെത്തിയപ്പോൾ അഞ്ജന ശിവയെ രൂക്ഷമായി നോക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നത് വാസു കണ്ടു. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ശിവ ആ നടന്ന കാര്യം പറഞ്ഞു. ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകരുത്, സോറി പറഞ്ഞ് മിണ്ടുവാനായും വാസു ഉപദേശിച്ചു. ശിവ അങ്ങനെ ഫ്ളാറ്റിലെത്തി അഞ്ജനയെ കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞു. നീ ഞാൻ വല്ലതും കഴിച്ചോ എന്ന് തിരക്കിയോ എന്ന് അഞ്ജന ശിവയോട് ചോദിക്കുമ്പോൾ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്, നീ വെറും കൊച്ചു കുഞ്ഞാണോ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കായി. അവർക്കിടയിൽ ആർഗ്യുമെന്റ്സ് കൂടി വന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ശിവ അഞ്ജനയ്ക്കൊരു റിങ് വാങ്ങി. ഇത്രയും പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ആകണോ എന്നൊക്കെ വാസു ചോദിക്കുമ്പോൾ ശിവ അതൊന്നും മൈൻഡ് ചെയ്യില്ല. ശിവ റിങ്ങുമായി അഞ്ജനയുടെ അടുത്തെത്തിയപ്പോഴോ അവൾക്ക് മോതിരം നൽകി പ്രപ്പോസും ചെയ്യും. നിനക്ക് മുട്ടുകുത്തി നിന്ന് പ്രപ്പോസ് ചെയ്യാൻ അറിയില്ലേ എന്ന് അഞ്ജന ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയൂ എന്നൊക്കെ പറയും. അഞ്ജനയാണെങ്കിലോ അതൊക്കെ കേട്ട് പുഞ്ചിരിക്കുകയാണ്. അന്ന് മുതൽ അവർ രണ്ടാളും ഒരുമിച്ച് ഫ്ളാറ്റിൽ താമസിക്കുവാനായി ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമായിരുന്നു രമ്യയുടെ പാരൻസ് ആൽബവും രമ്യയുടെ ഡയറിയും ഏൽപ്പിക്കാനായിട്ട് ശിവയുടെ ഫ്ളാറ്റിലെത്തിയതും. ശിവയാണെങ്കിലോ ഷോക്കായിപ്പോയി. കാരണം അഞ്ജന ഫ്ളാറ്റിലുണ്ടല്ലോ, കൂടെ വാസുവുമുണ്ട്. അതേസമയം തന്നെ അഞ്ജന വാതിൽ തുറന്ന് ഇറങ്ങി വരും. അഞ്ജനയെ കണ്ട രമ്യയുടെ പാരൻസ് ഞെട്ടിപ്പോകും. അഞ്ജന ആരെന്ന് ശിവ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. അവർ പോയ ശേഷം ശിവയാണെങ്കിലോ രമ്യയുടെ ഡയറി വായിക്കുവാനായും തുടങ്ങി. ഡയറി വായിച്ച് ശിവ കരയുന്നതൊക്കെ അഞ്ജന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഓഫീസിൽ പോകാൻ ഇറങ്ങിയ ശിവയോട് വൈകിട്ട് നേരത്തെ വരുമോ എന്നവൾ പറഞ്ഞപ്പോൾ വരാമെന്നവൻ സമ്മതിച്ചു. ഓഫീസിലെത്തിയ ശിവ വീണ്ടും ഡയറി എടുത്ത് വായിക്കുവാനായും തുടങ്ങി. അവർ പ്രണയിച്ച സമയം ശിവയെ പറ്റി രമ്യ എഴുതിയതായിരുന്നു അതൊക്കെ. ശിവയ്ക്കാണെങ്കിലോ അതെല്ലാം വായിച്ച് സങ്കടവും സന്തോഷവും ഒക്കെയാകുന്നു. അപ്പോൾ അഞ്ജന കോൾ ചെയ്തിട്ട് എന്താ ഡയറി വായിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ശിവയ്ക്ക് ദേഷ്യം വരും. പിന്നെ എനിക്ക് അതിനല്ലേ സമയമെന്ന് പറഞ്ഞ് ശിവ കോളും കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ടവൻ പുഞ്ചിരിയോടെ വീണ്ടും ഡയറി വായിച്ചു. വൈകിട്ടവൻ നേരത്തെ എത്തിയില്ല, കുറച്ച് താമസിച്ചാണ് അവൻ എത്തിയത്. സങ്കടപ്പെട്ടിരുന്ന അഞ്ജനയെ വിഷമം മാറ്റാനായി ഫുഡ് കഴിക്കാൻ ശിവ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷേ അവളെ മൈൻഡ് ചെയ്യാതെ അവൻ ഫുഡ് വാരി വലിച്ച് കഴിക്കുന്നു.
ഫ്ളാറ്റിലെത്തിയ ഉടനെ തന്നെ അവൻ ഉറങ്ങി. അവളെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതെല്ലാം അഞ്ജനയ്ക്ക് വല്ലാത്ത ദേഷ്യമുണ്ടാക്കി. അടുത്ത ദിവസം വാസുവിനെയും ഭാര്യയും കാണാൻ വന്ന അഞ്ജന കാര്യം തുറന്നു പറഞ്ഞു. ഡയറി വന്ന ശേഷമാണ് ശിവ മാറിപ്പോയത്. അതെങ്ങനെയും വാങ്ങണമെന്ന് പറയും. അടുത്ത ദിവസം തന്നെ ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ശിവയോട് വാസു ചോദിക്കും, നീ എന്തിനാ ഡയറി വായിച്ചു കൊണ്ടിരിക്കുന്നത്? എല്ലാം മറന്നുകള, അതൊക്കെ പാസ്റ്റ് അല്ലേ എന്ന് പറയുമ്പോൾ ഡയറി മുറുകെ പിടിച്ചിരിക്കുകയാണ് ശിവ. പെട്രോൾ പമ്പിൽ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് വാസു ഇറങ്ങിപ്പോയപ്പോൾ ശിവ വീണ്ടും ഡയറി വായിക്കുവാനായും ആരംഭിച്ചു. അതിലൊരു സംഭവത്തെ പറ്റിയായിരുന്നു എഴുതിയിരുന്നത്. ശിവയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നതും അവിടെ അവന്റെ ഓഫീസിൽ രമ്യ വന്നതും അങ്ങനെയുള്ള ഓർമ്മകളും ഒക്കെയായിരുന്നു. പിന്നെ രമ്യ പറഞ്ഞു, നീ താടി ഒരുപാട് വളർത്തരുത്, ഡ്രിം ചെയ്യണമെന്ന് അതതിൽ എഴുതിയിരുന്നു. അത് വായിച്ച ശിവയ്ക്ക് താൻ ഇപ്പോൾ താടി വളർത്തുകയാണല്ലോ എന്ന ഓർമ്മ വരും. ഉടനെ തന്നെ അവൻ ആ സെക്കൻഡ് തന്നെ പോയി താടി ഡ്രിം ചെയ്ത് കളഞ്ഞു. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിക്കാമെന്ന് കരുതി വാസുവും ഭാര്യയും അവരൊരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇരുന്നത്. അങ്ങനെ വാസു ശിവയും കൂട്ടി ഹോട്ടലിലെത്തി. അവിടെ അഞ്ജനയും വാസുവിന്റെ ഭാര്യയും ഉണ്ടല്ലോ. അഞ്ജനയാണെങ്കിലോ സൈലന്റ് ആയിരുന്നു. നീ ഡയറി വായിക്കുന്നത് നിർത്തുവാനായി വാസു പറയുമ്പോൾ അഞ്ജനയ്ക്ക് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്കെന്താ പ്രശ്നമെന്ന് ശിവ ചോദിക്കും. അഞ്ജനയാണെങ്കിലോ പ്രശ്നം നീ തന്നെയാ, നിന്റെ ഡയറി തന്നെയാ എന്നൊക്കെ പറഞ്ഞ് ഡയറി വാസുവിനെ ഏൽപ്പിക്കാനായും പറയും. എന്നാൽ ശിവയാണെങ്കിലോ അത് കാറിലാണെന്ന് പറയും. കാർ കീ വാങ്ങി അഞ്ജന കാറിൽ നിന്നും ഡയറി എടുത്തപ്പോൾ അതിൽ ഡ്രിം ചെയ്യുന്നതാണ് നിനക്ക് നല്ലത് എന്ന് എഴുതിയിരുന്നത് അഞ്ജന കണ്ടു. അതാണല്ലോ ശിവ ഡ്രിം ചെയ്തെത്തിയതെന്ന് അവൾക്ക് മനസ്സിലായി. അഞ്ജനയാണെങ്കിൽ ഡയറി വാസുവിനെ ഏൽപ്പിച്ചു. അവർക്കിടയിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ കൂടി വന്നുകൊണ്ടേയിരുന്നു. ശിവയാണെങ്കിലോ ഓഫീസിൽ പോകാതെ മദ്യപിച്ച് നടക്കുകയാണ്. അതെല്ലാം അറിഞ്ഞിട്ടും വാസു അഞ്ജനയോടത് പറഞ്ഞില്ല. അഞ്ജനയെ കാണുമ്പോഴെല്ലാം ശിവയ്ക്ക് രമ്യയെ പോലെ തോന്നി. അവൻ ഡിപ്രഷനിലാകുന്ന അവസ്ഥയിലായപ്പോഴായിരുന്നു അമ്മയിൽ നിന്നും കോൾ വന്നത്. അവൻ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണെങ്കിലോ ഒരു ഗ്രാമത്തിലാണ് താമസം. അമ്മയോട് ശിവ പറയും, അമ്മ എനിക്കിവിടെ വയ്യ, ശ്വാസം മുട്ടുന്നു, 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാനായി പറഞ്ഞ് കോളം കട്ട് ചെയ്തപ്പോഴോ അതെല്ലാം കേട്ട് അഞ്ജന അവിടെ ഉണ്ടായിരുന്നു. അഞ്ജനയെ കണ്ട ശിവ ഒന്നും മിണ്ടാതെ റൂമിൽ കയറിപ്പോയി. അടുത്ത ദിവസം അഞ്ജനയെ വിളിക്കുമ്പോഴോ അവൾ വിളി കേൾക്കില്ല. അവൾ വീട്ടിലില്ല. അവിടമെല്ലാം അന്വേഷിച്ചു. വാസുവും ഭാര്യയും ശിവയും ചേർന്ന് അഞ്ജനയെ അന്വേഷിക്കുമ്പോൾ അവൾ അവിടെയില്ല. ഡാൻസ് ടീച്ചറിന് അടുത്ത് പോയോ എന്നറിയാൻ അവിടെ ചെന്ന് തിരക്കുമ്പോഴോ അവൾ അവിടെയും ചെന്നിട്ടില്ല എന്നറിയും. എന്നാൽ അഞ്ജനയാണെങ്കിലും ഒരു ബീച്ചിൽ കിടന്നുറങ്ങുകയാണ്. രാത്രിയായതിനാൽ പോലീസ് അവളെ കണ്ട് ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യം പറയും. വാസുവിനെയാണ് വിളിച്ചത്. അങ്ങനെ 3 പേരും അവിടെ എത്തി. സംസാരിച്ച് പ്രശ്നം തീർക്കുവാനായി വാസു ശിവയോട് പറഞ്ഞു. എന്നാൽ അഞ്ജനയാണെങ്കിലോ ഇനി നമുക്കിടയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് റിങ് ഊരി കൊടുത്തിട്ട് പോകും. ശിവയ്ക്കാണെങ്കിലോ അത് സഹിക്കാനായില്ല. അവൻ വിഷമിച്ചിരിക്കുകയാണ്. അവൻ അഞ്ജനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് അവൻ സങ്കടപ്പെട്ട് വാസുവിനോട് പറയും. അതിനുശേഷം കാണിക്കുന്നത് എന്തെന്നാൽ അഞ്ജനയുടെയും ശിവയുടെയും വിവാഹമാണ്. അതെങ്ങനെ സംഭവിച്ചെന്നാൽ ആ പ്രശ്നത്തിന് ശേഷമുണ്ടല്ലോ ശിവ അഞ്ജനയെ കാണാനായി എത്തി. ആ ഡയറിയാണോ നിന്റെ പ്രശ്നം? ഞാൻ ആ ഡയറിയുമായി ഒരുപാട് കണക്റ്റായി പോയി. രമ്യയെ ഞാൻ 10 വർഷം പ്രണയിച്ചതാണ്. അവളെൻ്റെ ഭാര്യയാണ്. എൻ്റെ കൺമുന്നിൽ വെച്ചാണ് അവൾ മരണപ്പെട്ടത്. എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ഡയറിയാണ് പ്രശ്നമെങ്കിൽ എന്ന് പറഞ്ഞ് ആ ഡയറി വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറയും, രമ്യയെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്തോ അതിനേക്കാൾ കൂടുതലാണ് എനിക്ക് നിന്നെ കണ്ടപ്പോൾ. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇതിൽ നിന്നെല്ലാം പുറത്തു വരും എന്ന് പറഞ്ഞ് മുട്ടുകുത്തിയിരുന്ന് അവളെ പ്രപ്പോസ് ചെയ്ത് ആ റിങ് കൊടുക്കും. അവളാണെങ്കിലോ സന്തോഷത്തോടെ യെസ് പറയും. അങ്ങനെയാണ് അവരുടെ വിവാഹം നടന്നത്. അങ്ങനെ അഞ്ജനയും ശിവയും സന്തോഷത്തോടു കൂടി പുതിയൊരു ജീവിതം ആരംഭിക്കുന്നത് കാണിച്ചും കൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.